2000 വർഷത്തെ ചരിത്രമുണ്ട് ക്രിസ്തുമതത്തിന്. എന്നിരുന്നാലും ആദ്യകാല ക്രിസ്തുമത വ്യാപനത്തെക്കുറിച്ചുള്ള ആധികാരിക ചരിത്ര രേഖകൾ വളരെ കുറവാണെന്ന് ഗവേഷകർ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും റോമൻ സാമ്രാജ്യം ക്രിസ്തുമത വിശ്വാസികളെ വേട്ടയാടിയതും പിന്നീട് റോം തന്നെ ക്രിസ്തുമത വിശ്വാസികളുടെ കേന്ദ്രമായി മാറുന്നതും വരെയുള്ള ചരിത്രം. എന്നാൽ ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിന് സമീപത്ത് ഒരു കാലത്ത് റോമൻ നഗരമായിരുന്ന നിഡയിലെ ഒരു കല്ലറയിൽ നിന്നും വെള്ളിയിൽ തീർത്ത ഒരു മന്ത്രത്തകിട് കണ്ടെത്തുകയുണ്ടായി. ഈ തകിട് ആദ്യകാല ക്രിസ്തുമത ചരിത്രത്തെ ചൂണ്ടിക്കാട്ടുന്നതായാണ് ഗവേഷകരുടെ കണ്ടെത്തൽ. 1.37 ഇഞ്ച് വെള്ളി ഫോയിലിൽ ലാറ്റിൻ ഭാഷയിൽ 18 വരികളാണ് ഈ മന്ത്രത്തകിടിൽ എഴുതിയിരുന്നത്. റോമൻ സാമ്രാജ്യത്തിൽ നിന്നും ഇതുവരെ ലഭിച്ച എല്ലാ ക്രിസ്ത്യൻ തെളിവുകളും 4-ാം നൂറ്റാണ്ടിൽ നിന്നുള്ളവയാണ്. എന്നാൽ ദി ഫ്രാങ്ക്ഫർട്ട് ഇൻസ്ക്രിപ്ഷൻ എന്നറിയപ്പെടുന്ന ഈ വെള്ളിത്തകിട് AD 230-നും 270-നും ഇടയിൽ നിർമ്മിക്കപ്പെട്ടതാണെന്നാണ് കണ്ടെത്തൽ. നിഡയിൽ 2018 നടത്തിയ പുരാവസ്തു ഖനനത്തിനിടെ 134th ഗ്രേവ് എന്ന് പേരിട്ടിരുന്ന കല്ലറയിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥികൂടത്തിന്റെ കഴുത്തിൽ നിന്നാണ് വെള്ളിയിൽ തീർത്ത ഈ മന്ത്രത്തകിട് കണ്ടെത്തിയത്. ശേഷം 2019 ഇതേക്കുറിച്ചുള്ള പഠനങ്ങൾ ആരംഭിക്കുന്നതും. വെള്ളിത്തകിടിനുള്ളിൽ നിന്നും നേർത്ത ഒരു വെള്ളി ഫോയിലിൽ 18 വരി ലിഖിതങ്ങളാണ് ഇതിലുണ്ടായിരുന്നത്. ലബനീസ് സെന്റർ ഫോർ ആർക്കിയോളജി വിഭാഗമാണ് ഈ വർഷം അത്യാധുനിക കമ്പ്യൂട്ടർ ടോമോഗ്രാഫ് ഉപയോഗിച്ച് വെള്ളി ഫോയിലിലെ ലിഖിതങ്ങൾ വായിക്കാൻ ശ്രമം നടത്തിയത്. തകിടിനുള്ളിൽ ഉരുട്ടിവെച്ച നിലയിലുള്ള വെള്ളി ഫോയിലിന് ഏകദേശം 1800 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് പരിശോധനയിൽ ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത്. വെള്ളി ഫോയിൽ നിവർത്തി അത് സ്കാൻ ചെയ്ത ശേഷം 3D മോഡൽ ഉപയോഗിച്ചാണ് അതിലെ എഴുത്തുകൾ വായിക്കാൻ ശ്രമം നടത്തിയത്. അക്കാലത്ത് ഗ്രീക്കിലോ ഹിബ്രുവിലോ എഴുതിയ മന്ത്രത്തകിടുകൾ മാത്രമാണ് ഇതിനോടകം കണ്ടെത്തിയിട്ടുള്ളത്. എന്നാൽ പൂർണ്ണമായും ലാറ്റിൻ ഭാഷയിലായിരുന്നു ഈ തകിടിൽ എഴുതിയിരുന്നത്. ഇത് ഗവേഷകരെ പോലും അത്ഭുതപ്പെടുത്തി. വെള്ളി ഫോയിലിന്റെ അരികുകൾ പൊടിഞ്ഞു തുടങ്ങിയത് മൂലം ചില വാക്കുകൾ വായിച്ചെടുക്കാൻ ഏറെ ബുദ്ധിമുട്ടുണ്ടായെങ്കിലും മാസങ്ങളെടുത്ത് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വെള്ളി ഫോയിലിലെ ലിഖിതങ്ങൾ ഗവേഷകർ വായിച്ചെടുത്തു. ക്രിസ്തുമതത്തെക്കുറിച്ച് മാത്രമാണ് അതിൽ എഴുതിയിരുന്നത്. റോമിന് വടക്കോട്ടുള്ള ക്രിസ്തുമത വ്യാപനത്തെയും ക്രിസ്തുമതത്തിലെ അടിയുറച്ച ഭക്തിയെയും ലിഖിതം സൂചിപ്പിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. റോമൻ ചക്രവർത്തിയായ നീറോ ക്രിസ്ത്യാനികളെ കൂട്ടക്കൊലയ്ക്ക് വിധിച്ചിരുന്ന കാലം. 3-ാം നൂറ്റാണ്ടിലും റോമിൽ ക്രിസ്തുമതം ഭരണകൂട വേട്ടയ്ക്ക് ഇരയായിരുന്നു. ഇക്കാലത്ത് ഇത്രയും മതവിശ്വാസത്തോടെ ഒരാൾ ക്രിസ്തുമതത്തെക്കുറിച്ചുള്ള രേഖകൾ അടങ്ങിയ വെള്ളിത്തകിട് ഉപയോഗിച്ചത് ഗവേഷകരിൽ പോലും അത്ഭുതം സൃഷ്ടിച്ചു. തകിടിൽ അപ്പോസ്തലനായ പൗലോസിന്റെ വിദ്യാർത്ഥിയായ വിശുദ്ധ ടൈറ്റസിനെ കുറിച്ച് പരാമർശമുണ്ടെന്നും ഫിലിപ്പിയർക്കായുള്ള പൗലോസിന്റെ കത്തിൽ നിന്നുള്ള ഉദ്ധരണികളുണ്ടെന്നും പഠനം അവകാശപ്പെടുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.